السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف المرسلين وعلى آله وصحبه ومن اتبعهم بإحسان إلى يوم الدين. أما بعد، اللهم اغفر لنا وارحمنا ولوالدينا ولمشايخنا ولأساتذتنا ولأزواجنا وذرياتنا ولمن ماتوا منا ولإخواننا ولأخواتنا جميع المصنفين الصالحين والأعمال العاملين والمفسرين والمحدثين والفقهاء والأئمة كلهم أجمعين. اللهم رب زدنا علما وحلما وفهما وعقلا وادبا كاملا. ربي تمم بالخير واختم بالسعادة. آمين آمين برحمتك يا أرحم الراحمين. റഹ്മാൻ റഹീം റബ്ബ്, റമദാൻ മാസത്തിൻ്റെയും പരിശുദ്ധമായ വെള്ളിയാഴ്ച ദിവസത്തിൻ്റെയും മഹാത്മ്യം കൊണ്ട് നമ്മുടെ എല്ലാ ദോഷങ്ങളും പാപങ്ങളും അല്ലാഹു തആല വിട്ടുപുറത്ത് മാഫാക്കി തരട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല ശിഷ്ടജീവിതം അള്ളാഹുവിൻ്റെ പൊരുത്തത്തിലായിട്ടും താഴത്തിലായിട്ടും നിർവഹിക്കാനും, അള്ളാഹു തആല ഹൈറായ സമയത്ത്, മരണം ഹൈറാവുന്ന സമയത്ത് ഈമാനോടുകൂടെ മരണപ്പെട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെട്ട സ്വാലിഹീങ്ങളോടൊപ്പം ചേരാനും അള്ളാഹു തആല തൗഫീഖ് ചെയ്യട്ടെ. നമ്മുടെ കുടുംബത്തിലും നമ്മുടെ കച്ചവടങ്ങളും ബിസിനസ്സിലും തൊഴിലിലും ധനങ്ങളിലൊക്കെ അള്ളാഹു തആല ഖൈറും ബർക്കത്തും റാഹത്തും പ്രദാനം ചെയ്യട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഉദ്യമങ്ങളെല്ലാം, ഹലാലായ മുറാദുകളെല്ലാം അള്ളാഹു തആല ഹാസിലാക്കി തരട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നാം തുടങ്ങി വെച്ച കാര്യങ്ങളൊക്കെ പൂർത്തീകരിക്കാൻ അള്ളാഹു തആല തൗഫീഖ് ചെയ്യട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ റമദാൻ മാസത്തിൽ നോമ്പ് നോക്കാനും ഇബാദത്തുകൾ കഴിവിൻ്റെ പരമാവധി ചെയ്യാനും തറാവീഹ് പോലത്തെ പുണ്യകർമ്മങ്ങൾ നിർവഹിക്കാനുമുള്ള ആരോഗ്യവും ആഫിയത്തും സിഹത്തും അള്ളാഹു പ്രദാനം ചെയ്യട്ടെ. എല്ലാവിധ രോഗങ്ങളും പ്രയാസങ്ങളും എല്ലാം അള്ളാഹു തആല നമ്മുടെയും നമ്മുടെ കുടുംബത്തിൻ്റെയും ഭാര്യ മക്കളുടെ ആക്കാം. അതുപോലെ തന്നെ മാതാപിതാക്കളുടെയൊക്കെ അള്ളാഹു തആല സുഖമാക്കി കൊടുത്ത് അവർക്കൊക്കെ റാഹത്ത് നൽകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മാതാപിതാക്കൾ, ഉസ്താദ്മാർ, ഭാര്യ സന്താനങ്ങൾ, സഹോദരി സഹോദരങ്ങൾ അവരുടെയും എല്ലാ പാപങ്ങളും വിട്ടുകൊടുത്ത് ഈ റമദാൻ മാസത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല കഴിവിൻ്റെ പരമാവധി ഇബാദത്തെടുത്തുകൊണ്ട് ശിഷ്ടജീവിതം അള്ളാഹുവിൻ്റെ പൊരുത്തത്തിനായി നിർവഹിക്കാനും മുന്നോട്ട് പോകാനും അവർക്കും അള്ളാഹു തആല തൗഫീഖ് ചെയ്യട്ടെ. ആമീൻ റഹ്മത്തിക യാ അർഹമർ റഹീമീൻ. പ്രിയമുള്ള പണ്ഡിതന്മാരെ, സ്നേഹിതന്മാരെ, സുഹൃത്തുക്കളെ, പരിശുദ്ധവും പരിപാവനവുമായ റമദാൻ മാസത്തിൻ്റെ രണ്ടാം ദിനമായ ഇന്ന് മറ്റൊരു പ്രത്യേകതയും കൂടി നമ്മിലേക്ക് സമാഗതമായിരിക്കുകയാണ്. ഇന്ന് വെള്ളിയാഴ്ച ദിവസമാണ്. ഒരാഴ്ചയിലെ ദിവസങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായ ദിവസമാണ് വെള്ളിയാഴ്ച എന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറയുകയുണ്ടായില്ല. ആ വെള്ളിയാഴ്ചയും റമദാനും രണ്ടും കൂടി, രണ്ട് മഹാത്മ്യങ്ങളും കൂടി ഒരുമിച്ച് കൂടിയ ഒരു ദിവസമാണ് ഇന്ന്. അതുകൊണ്ട് തന്നെ ദുആക്ക് വളരെ ഉത്തരം ലഭിക്കുന്ന ഒരു ദിവസമാണ്. വളരെയധികം പുണ്യങ്ങൾ നമുക്ക് നേടാൻ കഴിയുന്ന ഒരു അവസരവുമാണ് ഇന്നത്തെ ദിവസം എന്ന് നാം ശ്രദ്ധിക്കേണ്ടതുണ്ട്. നാം നമ്മുടെ ക്ലാസ്സിൽ പറഞ്ഞു വന്നിരുന്ന വിഷയം റമദാനിൻ്റെ പ്രത്യേകതകൾ, റമദാൻ മാസത്തിൻ്റെ പ്രത്യേകതകളെ സംബന്ധിച്ചാണ് നാം പറഞ്ഞു വന്നിരുന്നത്. രണ്ട് കാര്യങ്ങളാണ് ഇന്നലെ നമ്മൾ പറഞ്ഞു വന്നത്. ഇനി മൂന്നാമത്തെ കാര്യം മുതലാണ് നമുക്ക് ചർച്ച ചെയ്യാനുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു മനുഷ്യനിക്ക് നൽകുന്ന ഏറ്റവും വലിയ അനുഗ്രഹം അവൻ്റെ ഹിദായത്താണ്. ഹിദായത്തില്ലെങ്കിൽ അതോടുകൂടി എല്ലാം അവനിക്ക് ദുനിയാവിലും ആഖിറത്തിലും നഷ്ടപ്പെട്ടു പോയി. ഹിദായത്താണല്ലോ അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങളുടെ ഏറ്റവും വലിയ അനുഗ്രഹം. വഅത്മംതു അലൈക്കും നിഅമതി എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, എൻ്റെ നിഅമത്തിനെ ഞാൻ നിങ്ങൾക്ക് സമ്പൂർണ്ണമാക്കി എന്ന് അല്ലാഹു പറഞ്ഞത് ഹിദായത്ത് കൊണ്ടാണ്. അപ്പോൾ ഹിദായത്ത് അല്ലാഹു തആല നൽകി എന്നതാണ് ഏറ്റവും വലിയ അനുഗ്രഹം. ആ ഹിദായത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകുന്നത് അവൻ അയക്കുന്ന പ്രവാചകന്മാരിലൂടെയും അവൻ നൽകുന്ന ദിവ്യ ഗ്രന്ഥങ്ങളിലൂടെയുമാണ്. പ്രവാചകന്മാരെ അല്ലാഹു തആല അയക്കുന്നു. ആ പ്രവാചകന്മാർക്ക് മാർഗദർശനത്തിന് വേണ്ടി കിതാബുകളും അല്ലാഹു തആല കൊടുക്കുന്നു. ഇനി പ്രവാചകന്മാർ നമ്മുടെ ഇവിടെ പറഞ്ഞു പോയാലും അവരുമായി നമുക്ക് നേരിട്ട് ബന്ധപ്പെടാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും നമുക്ക് മാർഗദർശനം നൽകാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകപ്പെട്ട ഗ്രന്ഥം അത് നമ്മിൽ അവശേഷിക്കുന്നു.
അതിനെ നമുക്ക് മുറുകെ പിടിക്കാൻ കഴിയുന്നു, അതിലേക്ക് മടങ്ങാനും അതിൽ നിന്ന് സന്മാർഗം ഉൾക്കൊള്ളാനും നമുക്ക് കഴിയുകയും ചെയ്യുന്നു. ഈ നിലക്കുള്ള മഹത്തായ ഗ്രന്ഥങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യകുലത്തിന് മാർഗദർശനം നൽകാൻ വേണ്ടി നൽകപ്പെടുന്ന ദിവ്യ ഗ്രന്ഥങ്ങൾ മുഴുവനും ഇറക്കപ്പെട്ടത് പരിശുദ്ധമായ റമദാൻ മാസത്തിലാണ്. അത് തന്നെ മതി റമദാൻ മാസത്തിന്റെ മഹത്വവും അതിന്റെ സ്ഥാനവും മനസ്സിലാക്കാൻ. ഈ മാസത്തെ അല്ലാഹു തആല ഹിദായത്തിന്റെ ഹേതുവായ, അവന്റെ മാർഗദർശനത്തിന്റെ കാരണമായ ഗ്രന്ഥങ്ങൾ ഇറക്കാൻ അവൻ തിരഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിന് ഒരു പ്രത്യേകത ഉണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമില്ലല്ലോ. ബഹുമാനപ്പെട്ട ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന് അള്ളാഹു നൽകിയ 10 ഏടുകൾ, ആ ഏടുകൾ മഹാൻ അല്ലാഹു തആല നൽകിയത് റമദാൻ മാസം 1-നാണ്. ആദ്യ രാത്രി, റമദാനിന്റെ ആദ്യ രാത്രിയാണ് അദ്ദേഹത്തിന് അല്ലാഹു തആല നൽകിയത്. അവിടുന്ന് ഇങ്ങോട്ട് 700 വർഷങ്ങൾക്ക് ശേഷം ബഹുമാനപ്പെട്ട കലീമുല്ലാഹി മൂസാ നബി അലൈഹി സ്വലാമിന് അല്ലാഹു തആല തൗറാത്ത് എന്ന മഹത്തായ ഗ്രന്ഥം നൽകിയത് റമദാൻ 6-നാണ്. അതും കഴിഞ്ഞ് അവിടുന്ന് ഇങ്ങോട്ട് 200 വർഷങ്ങൾ കഴിഞ്ഞ് ബഹുമാനപ്പെട്ട ദാവൂദ് നബി അലൈഹി സ്വലാമിന് അല്ലാഹു തആല സബൂർ എന്ന മഹത്തായ ഗ്രന്ഥം നൽകിയത് റമദാൻ 12-നാണ്. അതും കഴിഞ്ഞ് 500 വർഷങ്ങൾക്ക് ശേഷം ബഹുമാനപ്പെട്ട റൂഹുല്ലാഹി ഈസാ നബി അലൈഹി സ്വലാമിന് അല്ലാഹു നൽകിയ മഹത്തായ ഗ്രന്ഥമാകുന്ന ഇഞ്ചീൽ, ആ ഇഞ്ചീൽ അല്ലാഹു തആല നൽകിയത് റമദാൻ 18-നാണ്. അതും കഴിഞ്ഞതിന് ശേഷം 620 വർഷം കഴിഞ്ഞ് ബഹുമാനപ്പെട്ട ഖാതിമുൽ അംബിയായി നബിയുന മുഹമ്മദൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ പരിപാവനമായ ഖുർആൻ ഇറക്കപ്പെടുന്നത് റമദാൻ 27-നാണ്. ഇങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യകുലത്തിന് മാർഗദർശനം നൽകുന്ന ദിവ്യ ഗ്രന്ഥങ്ങളെല്ലാം ഇറക്കപ്പെട്ടത് ഈ പവിത്രമായ റമദാൻ മാസത്തിലാണ് എന്ന് പറയുന്നത് തന്നെ റമദാനിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകതയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലേ, മൻ ഫരിഹ ബിദുഖൂലി റമദാന ഹറമല്ലാഹു ജസദഹു അലൻ നീറാൻ. റമദാൻ മാസത്തിന്റെ പ്രവേശനം കൊണ്ട് ആരെങ്കിലും സന്തോഷിച്ചാൽ, റമദാൻ മാസം വരുന്നു, സമാഗതമാകാൻ പോകുന്നു എന്ന നിലക്ക് ആരെങ്കിലും സന്തോഷിച്ചാൽ ഹറമല്ലാഹു ജസദഹു അലൽ നീറാൻ, അവന്റെ ശരീരത്തെ അല്ലാഹു തആല നരകത്തിന്റെ മേൽ ഹറാമാക്കുമെന്നാണ് ഹദീസിൽ വന്നത്. അപ്പൊ റമദാൻ വരിക എന്നത് ആ സന്തോഷത്തിന് തന്നെ ഇത്രയും വലിയ ഒരു മഹത്വമാണ് അല്ലാഹു തആല നൽകിയിട്ടുള്ളത്. ആ റമദാനിന്റെ പ്രവേശനം കൊണ്ട് സന്തോഷിച്ചാൽ പോലും നരകമോചനമാണ് അല്ലാഹു തആല നൽകുന്നത്. നീണ്ട കാലത്തെ പ്രവാസത്തിന് ശേഷം തിരിച്ചെത്തുന്ന തൻ്റെ പ്രിയതമനെ കാത്തിരിക്കുന്ന ഇണയുടെ മനസ്സിൽ എന്തെല്ലാം ചിന്തകളും വിചാരങ്ങളും സന്തോഷവും ഉണ്ടായിരിക്കുമോ, അതുപോലെയാണ് ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം റമദാന്റെ വരവിനെ അവൻ കാണുകയും ആ റമദാന്റെ വരവിനെ അവൻ കാത്തിരിക്കുകയും ചെയ്യുന്ന രൂപം അങ്ങനെയായിരിക്കും എന്നാണ് മഹാന്മാർ പറഞ്ഞിട്ടുള്ളത്. ആ നിലക്കുള്ള സന്തോഷം മനസ്സിൽ അവനിക്കുണ്ടാവും. മറ്റുള്ളവരെ അവൻ അത് അറിയിക്കും. ആ സന്തോഷത്തിന്റെ പ്രകടനം പുറത്തേക്ക് കാണാൻ കഴിയും. റമദാൻ വരുന്നു എന്നുള്ള അവന്റെ മുഖത്തിലെ തിളക്കം, ഇത്രമാത്രം സന്തോഷം, ആ സന്തോഷം പ്രകടിപ്പിച്ചാൽ പിന്നെ റമദാൻ വന്നതിന് ശേഷം അതിനെ സ്വീകരിക്കുന്ന മറ്റും പറയാനില്ലല്ലോ. ആ നിലക്കുള്ള സന്തോഷം അവനിക്കുണ്ടെങ്കിൽ പിന്നെ റമദാൻ സമാഗതമായ ശേഷം അതിനെ സ്വീകരിക്കുന്നതിലും അതിൽ അവൻ ഇബാദത്തെടുക്കുന്നതിലും അവന്റെ താല്പര്യവും അവന്റെ സന്തോഷവും അതിലേക്കുള്ള അവന്റെ ഉത്സാഹവും പറഞ്ഞറിയിക്കേണ്ടതില്ലല്ലോ. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത്രയും വലിയ സ്ഥാനമാണ് റമദാൻ മാസത്തിന് നൽകിയിട്ടുള്ളത്. നിങ്ങൾ നോക്ക്, ബഹുമാനപ്പെട്ട ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്ത ഹദീസിൽ കാണും, ലൗ യഅലമു ഉമ്മത്തി മാ ഫി റമദാന, റമദാനിന്റെ മഹത്വം എൻ്റെ ഉമ്മത്ത് വേണ്ട വിധം അറിയുകയാണെങ്കിൽ
ലതമന്നൗ അൻ യകൂന അസ്സനതു കുല്ലുഹാ റമളാൻ. വർഷം മുഴുവനും റമളാനായിരുന്നെങ്കിൽ നന്നായിരുന്നേനെ എന്ന് അവർ ആഗ്രഹിക്കുമായിരുന്നു എന്ന് ബഹുമാനപ്പെട്ട ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു നിന്ന് റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് കാണാം. എത്രത്തോളം മഹത്വങ്ങൾ അതിൽ ഒളിഞ്ഞിരിക്കുന്നുണ്ട് എന്നാണ് അതിനർത്ഥം. റമളാനിലുള്ള എല്ലാ മഹത്വങ്ങളും വേണ്ട വിധം ജനങ്ങൾ അറിയുകയാണെങ്കിൽ വർഷം മുഴുവനും റമളാനായിരിക്കാൻ അവർ ആഗ്രഹിക്കുമായിരുന്നു എന്ന് പറയുമ്പോൾ ഇത്രയും ഒളിഞ്ഞിരിക്കുന്ന മഹത്വങ്ങൾ അതിലുണ്ട് എന്ന ആ വാക്കുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുമല്ലോ. മാത്രമല്ല, അല്ലാഹു സുബ്ഹാനഹു വ തആല റമളാനിന്റെ ആദ്യ രാത്രിയിൽ തന്നെ ദോഷങ്ങൾ അവന് ആ റമളാനിൽ സന്തോഷിക്കുകയും ആ റമളാനെ ആഗ്രഹിക്കുകയും അതിനെ സ്വീകരിക്കാൻ സന്നദ്ധരാകുകയും ചെയ്ത ആളുകൾക്ക് ആദ്യ രാത്രിയിൽ തന്നെ ദോഷങ്ങൾ അല്ലാഹു തആല പുറത്തു കൊടുക്കുമെന്നാണ് ഹദീസിൽ പറഞ്ഞത്. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, യസ്തഖ്ബിലുക്കും വതസ്തഖ്ബിലൂന എന്ന് 3 പ്രാവശ്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയുണ്ടായി. എന്താണ് ആ വാക്കിനർത്ഥം? ഇതാ ഒരു കാര്യം നിങ്ങളിലേക്ക് സമാഗതമാവാൻ പോകുന്നു, നിങ്ങൾ അതിനെ സ്വീകരിക്കില്ലേ എന്ന് ചോദിച്ചു. ഒരു കാര്യം ഇതാ നിങ്ങളിലേക്ക് സമാഗതമാകാൻ പോകുന്നു, നിങ്ങളത് സ്വീകരിക്കില്ലേ എന്ന് റസൂൽ ചോദിച്ചു 3 പ്രാവശ്യം. അപ്പൊ ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, അല്ലാഹു റസൂലെ, വഹിയുൻ നസല, എന്തോ ഇറങ്ങിയ വഹീനെ കുറിച്ചാണോ നിങ്ങൾ പറയുന്നത്? നിങ്ങളിലേക്ക് സമാഗതമാകാൻ പോകുന്നു, അതിനെ നിങ്ങൾ സ്വീകരിക്കില്ലേ എന്ന് ചോദിക്കുന്നത് തങ്ങൾക്ക് ഇറങ്ങുന്ന ഒരു വഹീനെ കുറിച്ചാണോ എന്ന് ചോദിച്ചപ്പോൾ കാലല്ല, അല്ലാഹു റസൂൽ പറഞ്ഞു, അല്ല, അതിനെ സംബന്ധിച്ചല്ല ഞാൻ പറഞ്ഞത്. അപ്പൊ കാല ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, അതുവൻ ഹദറ, വല്ല ശത്രു നമ്മളിലേക്ക് വരുന്നുണ്ടോ, അതിനെ നേരിടാനാണോ നിങ്ങൾ പറയുന്നത് എന്ന് ചോദിച്ചു. അപ്പൊ കാലില്ല, അപ്പോഴും നിങ്ങൾ പറഞ്ഞു, അല്ല, അതല്ല പറഞ്ഞു. അപ്പൊ ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, ഹമാദാ, പിന്നെ എന്താണ് തങ്ങൾ പറഞ്ഞത്, ഏതിനെ സംബന്ധിച്ചാണ് തങ്ങൾ പറഞ്ഞതെന്ന് ചോദിച്ചപ്പോ അല്ലാഹു റസൂൽ പറഞ്ഞു, റമളാനോ, ഞാൻ പറഞ്ഞ റമളാനെ സംബന്ധിച്ചാണ്. റമളാൻ ഇതാ സമാഗതമാവാൻ പോകുന്നു, റമളാൻ ഇതാ വരാൻ പോകുന്നു, നിങ്ങൾ ഇതിനെ സ്വീകരിക്കുമോ എന്നാണ് ഞാൻ ചോദിച്ചത്. യഗ്ഫിറുല്ലാഹു, അല്ലാഹു റസൂൽ തുടർന്നുകൊണ്ട് പറഞ്ഞു, യഗ്ഫിറുല്ലാഹു, അല്ലാഹു തആല പുറത്തു കൊടുക്കും, ഫി അവ്വലി ലൈലത്തി മിൻഹു, ആ റമളാനിന്റെ ആദ്യ രാത്രിയിൽ തന്നെ അല്ലാഹു തആല പുറത്തു കൊടുക്കും, ലികുല്ലി അഹ്ലിൽ ഖിബ്ല, എല്ലാ മുസ്ലിങ്ങൾക്കും എന്ന് പറഞ്ഞാൽ റമളാനെ സ്വീകരിക്കാനും റമളാനോട് സന്തോഷിക്കാനും റമളാനിൽ ഉത്സാഹം കാണിക്കുകയും ചെയ്യുന്ന എല്ലാ മുസ്ലിങ്ങൾക്കും വേണ്ടി ആ റമളാനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആദ്യ രാത്രി തന്നെ അല്ലാഹു തആല പുറത്തു കൊടുക്കുമെന്നാണ് ഈ ഹദീസിലൂടെ പറഞ്ഞത്. മാത്രമല്ല, റമളാനിന്റെ എല്ലാ രാത്രികളിലും ആയിരങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നരകമോചനം നൽകുമെന്നും അല്ലാഹുവിന്റെ റസൂൽ ഹദീസിലൂടെ നമ്മെ പഠിപ്പിക്കുകയാണ്. വിശ്വാസങ്ങൾ പറയുന്നു, യഅതിഖുല്ലാഹു ബികുല്ലി യൗമിൻ മിൻ റമളാൻ, റമളാന്റെ ഓരോ രാത്രിയിലും ഓരോ ദിവസവും അല്ലാഹു തആല നരകമോചനം നടത്തും. അൽഫി അതീഖിൻ, ആയിരങ്ങളാകുന്ന ആളുകൾക്ക് നരകമോചനം അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകും. അത് ഔജബല്ലാഹുൽ അദാബ, ശിക്ഷയെ നിർബന്ധമാക്കിയിരുന്ന നരകത്തിന് അർഹരായിരുന്ന ആയിരങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഓരോ ദിവസവും നരകമോചനം നൽകും. ഇദാ കാന യൗമുൽ ജുമുഅത്തി, റമളാനിലെ വെള്ളിയാഴ്ച ദിവസമായാൽ, ഇന്നത്തെ ദിവസം വെള്ളിയാഴ്ച ദിവസമായാൽ, യഅതിഖുല്ലാഹു ഫീ കുല്ലി സഅത്തിൻ, ആ വെള്ളിയാഴ്ചയിലെ ഓരോ മണിക്കൂറിലും അല്ലാഹു തആല നരകമോചനം നടത്തും. അൽഫും അതീഖ് മിനന്നാർ, നരകം നിർബന്ധമായ ആയിരങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല, ആയിരക്കണക്കായ ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇന്നത്തെ ദിവസം റമളാനിലെ വെള്ളിയാഴ്ച ദിവസം ഓരോ മണിക്കൂറിലും നരകമോചനം നടത്തുമെന്ന് അല്ലാഹുവിന്റെ റസൂൽ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ പ്രഖ്യാപിച്ച മറ്റൊരു ഹദീസ് ഇതാ, റമളാൻ വന്നു കഴിഞ്ഞാൽ സ്വർഗത്തിന്റെ കവാടങ്ങളെല്ലാം തുറക്കപ്പെടുകയാണ്, നരകത്തിന്റെ കവാടങ്ങൾ അടക്കപ്പെടുകയുമാണ്. ഇദാ കാന അവ്വലു ലൈലത്തിൻ മിൻ റമളാന, റമളാന്റെ ആദ്യ രാത്രിയാകുമ്പോൾ തന്നെ സുഫിദത്തി ശയാത്തീനു വമറദത്തുൽ ജിന്നി, നബിസ്വല്ലല്ലാഹു പറഞ്ഞു, ശൈത്താന്മാരും വേണ്ടാത്തരം കാണിക്കുന്ന ജിന്നുകളെയെല്ലാം റമളാനിന്റെ ആദ്യ രാത്രിയിൽ തന്നെ ചങ്ങലക്കിടപ്പെടും, ബന്ധിക്കപ്പെടും. അബു അബുൽ നീറാൻ,
നരകത്തിന്റെ എല്ലാ വാതിലുകളും കൊട്ടിയടക്കപ്പെടും. ഫുത്തിഹത്ത് അബുവാബുൽ ജിനാൻ, സ്വർഗത്തിന്റെ വാതിലുകൾ തുറക്കപ്പെടുകയും ചെയ്യും. ഇതൊക്കെ പരിശുദ്ധമായ റമദാനിന്റെ ആദരവും റമദാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുന്നതിന്റെ ലക്ഷണങ്ങളുമാണല്ലോ. എല്ലാവിധ ശൈത്താന്മാരെയും മറദത്തുൽ ജിന്നി എന്നാണ്, മൂട്ടുകാട്ടുന്ന ജിന്നുകൾ, മൂട്ടുകാട്ടുന്ന പറഞ്ഞാൽ വികൃതി കാണിക്കുന്ന വണ്ടാത്തരങ്ങൾ ചെയ്യുന്ന ജിന്നുകളെയും അന്ന് രാത്രിയിൽ, റമദാന്റെ ആദ്യ രാത്രിയിൽ തന്നെ ചങ്ങലക്കടപ്പെടുകയും സ്വർഗത്തിന്റെ കവാടങ്ങൾ മലക്കെ തുറക്കപ്പെടുകയും നരകത്തിന്റെ കവാടങ്ങൾ അടച്ചുപൂട്ടപ്പെടുകയും കൊട്ടിയടക്കപ്പെടുകയും ചെയ്യുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്. മാത്രമല്ല, റമദാനോടനുബന്ധിച്ച് സ്വർഗത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകം അലങ്കരിക്കുമെന്നും ഹദീസിൽ വന്നിട്ടുണ്ട്. സ്വർഗത്തിനെ പ്രത്യേകമായി അല്ലാഹു സുബ്ഹാനഹു വ തആല അലങ്കരിക്കും. റമദാനോടനുബന്ധിച്ച് വാതിലുകൾ തുറന്നിരുന്നു മാത്രമല്ല, അതിനെ അല്ലാഹു തആല പ്രത്യേക രൂപത്തിൽ അലങ്കരിക്കുകയും ചെയ്യുമെന്നും ഹദീസിൽ വന്നിട്ടുണ്ടല്ലോ. ബൈഹഖി റിപ്പോർട്ട് ചെയ്ത ബഹുമാനപ്പെട്ട ഇമാം ബൈഹഖി തങ്ങൾ റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം, അല്ലാഹു റസൂൽ പറഞ്ഞു, ഉഴ്തിയത്തു ഉമ്മത്തി ബിശ്ഹർ റമദാൻ, റമദാൻ മാസത്തിൽ എൻ്റെ ഉമ്മത്തിലേക്ക് നൽകപ്പെട്ടിരിക്കുന്നു ഹംസൻ, 5 കാര്യങ്ങൾ. ലം യുഴ്തഹുന്ന നബിയുൻ ഖബലി, എൻ്റെ മുമ്പുള്ള ഒരു പ്രവാചകന്മാർക്കും ആ 5 കാര്യങ്ങൾ നൽകപ്പെട്ടിട്ടില്ല. എൻ്റെ മുമ്പുള്ള ഒരു പ്രവാചകന്മാർക്കും നൽകപ്പെടാത്ത 5 കാര്യങ്ങൾ റമദാൻ മാസത്തിൽ എൻ്റെ ഉമ്മത്തിനിക്ക് നൽകപ്പെട്ടു എന്ന് അല്ലാഹു റസൂൽ പറഞ്ഞു. എന്താണ് 5 കാര്യങ്ങൾ? അതിൽ ഒന്ന്, ഇദാക്കാൻ ഔലൈലത്തുൻ റമദാന, റമദാന്റെ ആദ്യ രാത്രി ആയാൽ, യൻദുറുല്ലാഹു ഇലാ ഉമ്മത്തി നദറ റഹ്മത്തിൻ, എൻ്റെ ഉമ്മത്തിലേക്ക് അല്ലാഹു തആല റഹ്മത്തിന്റെ നോട്ടം നോക്കും. അല്ലാഹുവിന്റെ ഒരു തിരുനോട്ടം, റഹ്മത്തിന്റെ ഒരു നോട്ടം അല്ലാഹു സുബ്ഹാനഹു വ തആല എൻ്റെ ഉമ്മത്തിലേക്ക് നോക്കും. വമൻ നദറ അല്ലാഹു ഇലൈഹി ലം യുഅദ്ദിബു അബദ, അല്ലാഹുവിന്റെ റഹ്മത്തിന്റെ നോട്ടം ആരിലേക്ക് അല്ലാഹു നോക്കിയോ, ആർക്കത് ലഭിച്ചുവോ, അവനെ ഒരിക്കലും അല്ലാഹു സുബ്ഹാനഹു വ തആല ശിക്ഷിക്കുകയില്ല. ഇതാണ് ഒന്നാമത്തെ കാര്യം. റമദാനിന്റെ ഒന്നാമത്തെ രാത്രി തന്നെ അല്ലാഹു തആലാക്ക് പ്രത്യേകമായൊരു നോട്ടം, റഹ്മത്തിന്റെ ഒരു നോട്ടം അല്ലാഹു തആലാക്ക് ഒരു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിലേക്കുണ്ട്. ആ നോട്ടം ആർക്ക് ലഭിച്ചുവോ, ആരിലേക്ക് എത്തിയോ, ആരെ നോക്കിയോ, അവനെ ഒരിക്കലും അല്ലാഹു സുബ്ഹാനഹു വ തആല പിന്നീട് ശിക്ഷിക്കുകയില്ല എന്നാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഹലു ഫമിസായിമി അത്യബു ഇൻദല്ലാഹി മിൻ റീഹിൽ മിസ്കി, റമദാൻ മാസത്തിൽ നോമ്പ് നോറ്റാൽ ആ നോമ്പുകാരന്റെ വായക്കുണ്ടാകുന്ന വാസന കസ്തൂരിയുടെ വാസനയെക്കാളും അള്ളാഹിന്റെ അടുക്കൽ സുഗന്ധമാണ്. അതുകൊണ്ടാണല്ലോ നോമ്പുകാരൻ ആ നോമ്പോട് കൂടെ അവനിക്ക് വായിൽ വന്ന വാസന അത് ഉച്ചന്റെ ശേഷം മിസ്വാക്ക് ചെയ്ത് നിൽക്കാൻ പാടില്ല. ഉച്ചയോടുകൂടിയാണ് നോമ്പ് എന്ന നിലക്ക് അവന്റെ വായക്ക് പ്രത്യേക ഒരു വാസനയും പകർച്ചയും വരിക. ആ വാസനയും പകർച്ചയും നീക്കാൻ പാടില്ല, മിസ്വാക്ക് ചെയ്യാൻ പാടില്ല. ഉച്ചന്റെ ശേഷം കറാഹത്താണ്, ഉറങ്ങിയാൽ പോലും ചെയ്യരുത് എന്നാണ് മഹാന്മാർ പറഞ്ഞിട്ടുള്ളത്. ചില ആളുകൾ ഉറങ്ങിയിട്ട് വായ പകർച്ചയായിട്ട് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഉറങ്ങിയവനാണെങ്കിലും ചെയ്യണ്ട എന്നാണ് പല മഹാന്മാരും പറഞ്ഞിട്ടുള്ളത്. മിസ്വാക്കിയിൽ കറാത്തായി. ബഹുമാനപ്പെട്ട കരീമുല്ലാഹി മൂസാ നബി അലൈഹി ഇസ്ലാമിനോട് തൗറാത്ത് വാങ്ങാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല തൂർ സീനാ മലയിലേക്ക് പോകാൻ കൽപ്പിച്ചപ്പോൾ അതിന്റെ മുന്നോടിയായി 30 ദിവസം നോമ്പ് വെക്കാൻ വേണ്ടി പറഞ്ഞു. നോമ്പോട് കൂടി തൂർ സീനാ മലയിലേക്ക് വരാൻ കൽപ്പിച്ചു. അങ്ങനെ മഹാനവറുകൾ നോമ്പ് നോറ്റ് 30ാമത്തെ ദിവസം അദ്ദേഹം മലയിലേക്ക് പോകാൻ വേണ്ടി ഒരുങ്ങുമ്പോൾ അത് വിചാരിച്ചു, അള്ളാഹുമായി നേരിട്ട് സംസാരിക്കാൻ പോവുകയാണല്ലോ, അതുകൊണ്ട് വായ പകർച്ചയായിട്ടുണ്ട് നോമ്പ് കാരണം, അതൊക്കെ നീക്കി പോകാന്ന് വിചാരിച്ച് അദ്ദേഹം മിസ്വാക്ക് ചെയ്ത് ബ്രഷ് ചെയ്തിട്ട് പോകാൻ വേണ്ടി ഒരുങ്ങിയപ്പോൾ അല്ലാഹു തആല പറഞ്ഞു, നിങ്ങൾ ആ നോമ്പ് കാരണം വന്ന ഇബാദത്ത് കാരണം നിങ്ങൾക്കുണ്ടായ അടയാളം, ആ അടയാളത്തെ നിങ്ങൾ നീക്കിക്കളഞ്ഞില്ലേ. അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെയധികം ഇഷ്ടപ്പെടുന്നതാണ്. അള്ളാഹുവിന്റെ ഇബാദത്തിലായിട്ട് എന്തെങ്കിലും ഒരു അടയാളം നമുക്കുണ്ടായാൽ, അസറുൻ ഈ ഫരീദത്തില്ല, അള്ളാഹുവിന്റെ ഒരു ഫറദായ കാര്യമോ ഒരു ഇബാദത്തോ നിർവഹിക്കുമ്പോൾ അതിലുണ്ടാകുന്ന അസർ, അടയാളം അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെയധികം ഇഷ്ടപ്പെടുന്ന സംഗതിയാണ്. ആ അടയാളത്തെ നിങ്ങൾ നീക്കിയില്ലേ, അതുകൊണ്ട് ഇനിയും 10 ദിവസം നോമ്പ് വെക്കണമെന്ന് അദ്ദേഹത്തോട് കൽപ്പിക്കുകയും അങ്ങനെ 40 ദിവസം നോമ്പ് വെച്ച് അതിനുശേഷം ആ നോമ്പോട് കൂടി വായിലുള്ള ആ സുഗന്ധം, ആ നോമ്പ് കൊണ്ടുണ്ടായിരുന്ന ആ വാസന നീക്കാതെയാണ് മഹാനവറുകൾ പോയത്. അതാണ് അല്ലാഹു റസൂൽ പറഞ്ഞത്, നോമ്പുകാരന്റെ വായക്കുള്ള വാസന അള്ളാഹിനടുക്കൽ കസ്തൂരിയുടെ വാസനയെക്കാളും സുഗന്ധമാണ് എന്ന് പറഞ്ഞതിലർത്ഥം കസ്തൂരി എന്നത് ഏവരും ഇഷ്ടപ്പെടുന്നതാണല്ലോ. അതുപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ നോമ്പുകാരന് ഈ അടയാളം അവന്റെ വായിൽ വരുമ്പോൾ അതിനെ അല്ലാഹു തആല ഇഷ്ടപ്പെടുകയും ആ നോമ്പുകാരനോട് അല്ലാഹുവിനക്ക് വല്ലാത്തൊരു താല്പര്യവും അല്ലാഹുവിനക്ക് വല്ലാത്തൊരു മഹബത്തും
ഉണ്ടായിത്തീരുമെന്നാണ് ഇതിനർത്ഥമെന്നും ചില പണ്ഡിതന്മാർ വ്യാഖ്യാനിക്കുന്നു. മറ്റു ചില പണ്ഡിതന്മാർ പറയുന്നു, ഈ ഹദീസിന്റെ അർത്ഥം ഈ നോമ്പുകാരൻ നാളെ മഹ്ശറിൽ വരുമ്പോൾ, പരലോകത്ത് വരുമ്പോൾ അവന്റെ വായ സുഗന്ധം, ആ കസ്തൂരിയുടെ സുഗന്ധം അവന്റെ വായക്കുണ്ടാവുമെന്നും അവൻ സ്വർഗത്തിന്റെ അവകാശിയാണ് എന്നതിന്റെ ഒരടയാളമായിട്ട് ആ സുഗന്ധവാസന നാളെ പരലോകത്ത് അവന്റെ വായിലേക്ക് വരുമെന്നാണ് ഈ ഹദീസിന്റെ താല്പര്യമെന്നും ചില പണ്ഡിതന്മാർ പറഞ്ഞത് കാണാം. ഏതായാലും രണ്ടാമത്തെ കാര്യങ്ങളാണ്. ഇനി 3 കാര്യങ്ങളും കൂടി പറയാനുണ്ട്. ഇൻഷാ അല്ലാഹ് നമുക്ക് പിന്നീട് പറയാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.